ഹലോ, നമുക്കിന്നൊരു ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ. നമുക്കിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു സവോള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു തക്കാളി ഉള്ളിൽ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. ആദ്യമായി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇവിടെ ഞാൻ 4 ടേബിൾ സ്പൂൺ മയണൈസ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഇത് ഹോം മെയ്ഡ് മയണൈസാണ്. ഹെൽത്തി ആയിട്ടുള്ള മയണൈസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിന് പുഴുങ്ങിയ മുട്ടയും പാലും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. റെസിപ്പി വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യൂ, ഞാൻ വീഡിയോ ചെയ്യാം. ഇതിൽ നമ്മളൊരു തുള്ളി ഓയിലും കൂടെ നമ്മൾ ചേർക്കുന്നില്ല. അതിനുശേഷം ഇതൊക്കെ മിക്സ് ചെയ്ത് അതിലേക്ക് 2 പാക്കറ്റ് ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 4 സ്ലൈസ് ബ്രെഡ് കുറച്ച് നെയ്യ് ചേർത്ത് ഇതുപോലെ 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ബ്രെഡ് സ്ലൈസ് ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സ് ഇല്ലേ, അത് ഇതിൻ്റെ മീതെ നമുക്ക് ആവശ്യമുള്ള അത്രയും നമുക്ക് തേച്ച് കൊടുക്കാം. അത് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മീതെ ഒരു ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ചീസ് സ്ലൈസ് ഇല്ലെങ്കിലും നമ്മളൊരു എഗ്ഗ് ഓംലെറ്റ് ആക്കിയിട്ട് ഇതിൻ്റെ മീതെ വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് അടുത്ത സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിനെ കവർ ചെയ്ത് വെക്കണം. എന്നിട്ടൊരു പാനിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ആ ചീസ് ഒന്ന് മെൽറ്റ് ആണോ വരെ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് നമുക്കതിനെ 2ആയിട്ടൊന്ന് മുറിച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ 2ആയിട്ട് മുറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ള ഫില്ലിങ്ങും ഇതൊക്കെ നല്ല റിച്ചായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ ടേസ്റ്റാണ് ഇത് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാനായിട്ട്. ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.